കേരളത്തിന്റെ തെക്കേയറ്റത്തെ മലനിരകളിൽ കോടമഞ്ഞും കുളിരും പുതച്ചു നിൽക്കുന്ന പൊന്മുടി പലർക്കും സുപരിചിതമാണ്. എന്നാൽ വിനോദസഞ്ചാരികളുടെ തിരക്കുകളിൽ നിന്നു മാറി വനം വകുപ്പിന്റെ അനുമതിയോടെ മാത്രം പ്രവേശിക്കാവുന്ന പൊന്മുടിയുടെ ആഴങ്ങളിലേക്ക് ഒരു യാത്ര പോയിട്ടുണ്ടോ? വന്യമായ കാടിന്റെ നിശബ്ദതയിൽ വിശ്വാസവും പ്രകൃതിയും ഒന്നാകുന്ന കറുപ്പസ്വാമി താവളത്തിലേക്കായിരുന്നു എൻ്റെ ആ അപ്രതീക്ഷിത യാത്ര. വനം വകുപ്പിന്റെ ഗൈഡിനൊപ്പം വനത്തിന്റെ ഉള്ളറകളിലൂടെയുള്ള ആ ട്രെക്കിംഗ് വെറുമൊരു നടത്തമായിരുന്നില്ല. കാടിൻ്റെ മണവും കിളികളുടെ പാട്ടും ഇഴചേർന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു അത്. വന്യമൃഗങ്ങളുടെ കാൽപ്പാടുകളും കാട്ടുചോലകളുടെ ശബ്ദവും കടന്ന് ഞങ്ങൾ ചെന്നെത്തിയത് പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു വലിയ തണലിലേക്കാണ്. അവിടെയാണ് ആ വന്യമായ ആരാധനാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നീതിയുടെ കാവൽക്കാരൻ കറുത്ത നിറത്തിൽ മുറുക്കിച്ചുവപ്പിച്ച കണ്ണുകളും വലിയ മീശയുമായി നിൽക്കുന്ന കറുപ്പസ്വാമിയുടെ രൂപം ആരെയും ഒന്ന് അമ്പരപ്പിക്കും. ദ്രാവിഡ സംസ്കൃതിയിലെ വീരസങ്കല്പമായ കറുപ്പസ്വാമി കയ്യിൽ വലിയൊരു അരിവാളുമായി തൻ്റെ വെള്ള കുതിരപ്പുറത്ത് രാത്രികാലങ്ങളിൽ ഗ്രാമം ചുറ്റുമെന്നാണ് വിശ്വാസം. കാടിൻ്റെ വന്യതയിൽ നിൽക്കുന്ന ആ രൂപം വെറുമൊരു പ്രതിമയല്ല, മറിച്ച് ഒരു ജനതയുടെ സുരക്ഷയുടെ പ്രതീകമാണ്. പണ്ട് ഗ്രാമങ്ങളിലെ തർക്കങ്ങൾ തീർക്കാൻ കറുപ്പസ്വാമിയുടെ നടയിൽ വന്ന് സത്യം ചെയ്യുന്നത് പതിവായിരുന്നു. അവിടെ സത്യം ലംഘിക്കാൻ ആരും ഭയന്നിരുന്നു. അവിടുത്തെ മറ്റൊരു പ്രധാന കാഴ്ച വേട്ടനായയുടെ ശില്പമാണ്. തിന്മകളെ തുരത്താൻ സഹായിക്കുന്ന വിശ്വസ്തനായ ഈ നായയാണ് കറുപ്പസ്വാമിയുടെ കാവൽക്കാരൻ. രാത്രികാലങ്ങളിൽ കാട്ടിലെ ദുഷ്ടശക്തികളെ തിരിച്ചറിയാനും ജനങ്ങളെ സംരക്ഷിക്കാനും ഈ നായകൾ കറുപ്പസ്വാമിക്കൊപ്പം സഞ്ചരിക്കുന്നു എന്ന ഐതിഹ്യം ഇന്നും ഇവിടെ സജീവമാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന തിരക്കോ ആർഭാടങ്ങളോ ഇവിടെയില്ല. മുൻപ് വർഷത്തിലൊരിക്കൽ വലിയ തോതിൽ ഭക്തർ എത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ വെള്ളിയാഴ്ചകളിൽ മാത്രം നടക്കുന്ന പൂജകൾ ഒഴിച്ചാൽ ആ ഇടം പൂർണ്ണമായും പ്രകൃതിക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. പൊന്മുടിയിലെ മരുത്വാമല എന്ന സ്ഥലത്തേക്കുള്ള ട്രെക്കിംഗ് റൂട്ടിലാണ് ഈ കറുപ്പസ്വാമി താവളം. ആ ട്രെക്കിംഗ് വീഡിയോ വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് കരുതുന്നു.